ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു V4 Civil. V4 Civilൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിടെക് ലെവലിലും പോളി ലെവലിലും ITI ലെവലിലൊക്കെ പഠിക്കുന്ന ഒരു മെയിൻ സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ ബിടെക് ലെവലിൽ പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബേസിക് ലെവലിൽ, അതായത് പോളി അല്ലെങ്കിൽ ITI ലെവലിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. നമ്മുടെ ഡ്രാഫ്റ്റ്സ്മാൻ, ട്രേഡ്സ്മാൻ, അതുപോലെ ഓവർസിയർ എക്സാമുകളൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ ബിടെക്കിനെക്കാട്ടിലും നമ്മൾ കുറച്ചും കൂടെ ബേസിക് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ PSCകളിൽ സാധാരണ ഒരു 10 തൊട്ട് ഒരു 15 മാർക്ക് വരെ 10 to 15 മാർക്സ് ആണ് സാധാരണ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് PSCയിലുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ശരിക്കും എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ 2-dimensional representation of a 3-dimensional object. ഒരു 3-dimensionally ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 2-dimensionally റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം, നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു 3-dimensionally ഒബ്ജക്റ്റിനെ നമ്മൾ എന്തിനാണ് ഡ്രോയിങ് ചെയ്യുന്നത്? നമുക്കതിൻ്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, അതിൻ്റെ സർഫസ് ക്വാളിറ്റി, മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയേഴ്സിൻ്റെ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓരോ കൺട്രീസിലും ഓരോ ലാംഗ്വേജാണ് പറയാറ്. നമുക്ക് എല്ലാ ലാംഗ്വേജൊന്നും നമുക്ക് മനസ്സിലായിരിക്കില്ല. പക്ഷേ നമ്മൾ ഏതൊരു കൺട്രിയിലെയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് അത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. നൗ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് നമ്മൾ അതിലുപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിൻ്റെ ആക്യുറസി പോലെയാണ്. അതായത് നമ്മൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല നീറ്റ്നെസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത്രയും നീറ്റ്നെസ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനും നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. സോ ഇതാണ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫസ്റ്റിലെ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡ്രോയിങ് ബോർഡ്, ദെൻ T-square, സെറ്റ് സ്ക്വയർ, മിനി ഡ്രാഫ്റ്റർ, സ്കെയിൽ, protractor, compass, divider, French curves, stencils and templates. മെറ്റീരിയൽസിലോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് ഡ്രോയിങ് പേപ്പർ, ഡ്രോയിങ് പെൻസിൽ ആൻഡ് ഇറേസർ. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡ്രോയിങ് ബോർഡ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡ്രോയിങ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ഡ്രോയിങ് ബോർഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ പഴയ ഡ്രോയിങ് ബോർഡ്. ഇപ്പോൾ പ്ലൈവുഡിലൊക്കെ നമുക്ക് ഡ്രോയിങ് ബോർഡ് അവൈലബിൾ ആണ്. ഇത് വുഡനിൽ ചെയ്തിട്ടുള്ള ഡ്രോയിങ് ബോർഡാണ്. സാധാരണ ഡ്രോയിങ് ബോർഡ് വുഡൻ ഡ്രോയിങ് ബോർഡ്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് വുഡ്, ലൈക്ക് സീസൺഡ് സോഫ്റ്റ് വുഡ് എന്നാണ് പറയുക കേട്ടോ. സീസൺഡ് സോഫ്റ്റ് വുഡ് ലൈക്ക് pine, fir, oak and linoleum. അതായത് ഡ്രോയിങ് ബോർഡ് മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ് വുഡ് എക്സാമ്പിൾസ് ആണ് പൈൻ, ഫിർ, ഓക്ക് ആൻഡ് ലിനോലിയം. ഇത്രയും ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഡ്രോയിങ് ബോർഡിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് 4 to 6 numbers of wooden strips that are joined together. ഇതാണ്
അതായത് ഇതാണ് സ്ട്രിപ്സ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. അതായത് 4 to 6 numbers of strips, wooden strips that are joined together in ഒരു ജോയിൻറ്റ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ജോയിൻറ്റ് വെച്ചിട്ടാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ജോയിൻറ്റിൻ്റെ പേരാണ് ടങ്ക് ആൻഡ് ഗ്രൂ ജോയിൻറ്റ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്, PSCകളിൽ ചോദിക്കാറുണ്ട്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോയിൻ that is joined together by this 4 to 6 numbers of strips that are joined together by tongue and groove joint. അതുപോലെ തന്നെ 2 ബാറ്റൺസ്, ഇതാണ് ബാറ്റൺസ് എന്ന് പറയുന്നത്. 2 ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രിപ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഇസ് പ്രൊവൈഡഡ് വിത്ത് എ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഇബോണി എഡ്ജ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് എഡ്ജിൽ നമുക്കൊരു ഗ്രൂവ് പോലെ കാണും. ഈ ഗ്രൂവ് പോലെ കാണുന്നതാണ് ഇബോണി അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് T-സ്ക്വയർ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. T-സ്ക്വയർ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്രൂവിലാണ് നമ്മൾ T-സ്ക്വയർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ T-സ്ക്വയർ മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് വരയ്ക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് T-സ്ക്വയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. നമ്മൾ ആ ഒരു ഫിക്സഡ് പൊസിഷനിൽ തന്നെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് എഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇബോണി ഓർ വർക്കിംഗ് എഡ്ജ് എന്നുള്ളത്. PSCകളിൽ ചോദിച്ച് കാണാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ, ഇത്രയാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ പെക്യുലാരിറ്റിയിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ്. നമ്മുടെ BIS റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സൈസ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ്. പിന്നെ ഈ ഒരു IS കോഡ് ഒന്ന് മൈൻഡിൽ വെക്കുക. IS 1444 1963/1977. ഓക്കെ, ഡെസിഗ്നേഷൻ ആസ് പെർ IS കോഡ് പ്രകാരമുള്ള ഡെസിഗ്നേഷൻ ആണ് D0, D1, D2, D3. D ആണ് നമ്മൾ IS കോഡ് പ്രകാരം ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. BIS കോഡ് പ്രകാരം ഡെസിഗ്നേഷൻ ചെയ്യുന്നതാണ് B. രണ്ടും മാറിപ്പോകരുത്. ബിയും അതുപോലെ ഡിയും. D ആണ് നമ്മൾ IS കോഡ് പ്രകാരമുള്ള ഡെസിഗ്നേഷൻ, B ആണ് BIS കോഡ് പ്രകാരമുള്ള ഡെസിഗ്നേഷൻ. അപ്പൊ IS കോഡ് പ്രകാരം D0ന്റെ സൈസ് എന്ന് പറയുന്നത് 1500 × 1000 × 25 mm ആണ്. നമ്മൾ ലെങ്ത്തിന്റെ വിഡ്ത്തിന്റെ തിക്നെസിന്റെ ഇതിലാണ് പറയുന്നത്. അപ്പോൾ 1500 × 1000 × 25 mm ആണ്. അതുപോലെ BISൽ B0 ആണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ആന്റിക്വാറിയൻ. പേരുകളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളെ PSCകളിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ BIS പ്രകാരം ഉള്ളതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഡ്രോയിങ് ഷീറ്റ്സ് ടു ബി യൂസ്ഡ് വിത്ത് ഡെസിഗ്നേഷൻ, ഈ D0ന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് ആണ് A0 എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ A2 ഷീറ്റും അതുപോലെ A4 ഷീറ്റൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഷീറ്റുകളാണ്. അപ്പോൾ അതിൽ A0 ഷീറ്റാണ് നമ്മൾ D0 ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ബോർഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് D1. അതുപോലെ BIS പ്രകാരം B1 ആണ്. B1ന് ഡബിൾ എലിഫന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1000 × 700 × 25 mm ആണ്. ഡ്രോയിങ് ഷീറ്റ് ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് A1 ആണ്. അതുപോലെ അടുത്തത് D2. BIS പ്രകാരം B2 ഓർ ഇമ്പീരിയൽ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 700 × 500 × 15 mm ആണ്. അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് A2 സൈസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് D3. BIS കോഡ് പ്രകാരം B3 ഹാഫ് ഇമ്പീരിയൽ, സൈസ് 500 × 350 × 15 mm. അതിന് കൂടെ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് A3 സൈസ് ഡ്രോയിങ് ഷീറ്റ് ആണ് കേട്ടോ. ഇനി A4 ഷീറ്റ് ഉണ്ട്, പക്ഷെ A4 ഷീറ്റിന് നമ്മൾ സ്പെസിഫിക്കലി ഒരു ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യുന്നതില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 1000 ഈ ഒരു സൈസും അതുപോലെ തന്നെ ഈ ഒരു ഡെസിഗ്നേഷനും, ഈ രണ്ട് ഡെസിഗ്നേഷനും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ അടുത്ത ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആണ് T-സ്ക്വയർ.
ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് നെയിംലി. ഇതിന് മെയിൻലി 2 പാർട്ടാണുള്ളത്. ഒന്ന് ബ്ലേഡ് ആൻഡ് ദി അതർ വൺ ഇസ് സ്റ്റോക്ക്. സ്റ്റോക്കിന് അല്ലെങ്കിൽ നമുക്ക് ഹെഡ് എന്നും പറയാറുണ്ട് കേട്ടോ. അതായത് ഹെഡ് ഓർ സ്റ്റോക്ക് ആൻഡ് ബ്ലേഡ്. ഒരു ലോങ്ങസ്റ്റ് പാർട്ട് ഉണ്ടാവും ബ്ലേഡ്, അതുപോലെ ഒരു ഷോർട്ട് പാർട്ട് ഉണ്ടാവും ഹെഡ് ഓർ സ്റ്റോക്ക്. അങ്ങനെ 2 പാർട്ടാണ് മെയിൻലി ടി സ്ക്വയറിനുള്ളത്. ഇതിന്റെ വർക്കിംഗ് എഡ്ജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ മേലെയുള്ള ഈ ഒരു പോർഷൻ ആണ് വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഹെഡും സ്റ്റോക്കും അതുപോലെ 90 ഡിഗ്രിയിലായിരിക്കും. മെയിൻലി നമുക്ക് ഈ ടി സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയാണ് ടി സ്ക്വയർ. മെയിൻലി ബ്ലേഡും ഹെഡ് ഓർ സ്റ്റോക്ക് ആണുള്ളത്. 2 പാർട്ടാണ് മെയിൻലി ഉള്ളത്, ബ്ലേഡ്, ഹെഡ് ഓർ സ്റ്റോക്ക്, അതുപോലെ ഒരു വർക്കിംഗ് എഡ്ജ് ഉണ്ട്. നമുക്കിതിന് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്ട്രുമെന്റ് ബോക്സിലൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സെറ്റ് സ്ക്വയർ മെയിൻലി 2 ടൈപ്പാണ് ഉള്ളത്. 45 ഡിഗ്രി സെറ്റ് സ്ക്വയറും അതുപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറും. ഇതിൽ നമുക്ക് 15 ഡിഗ്രി, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് ആംഗിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് എല്ലാം നമുക്ക് ഈ 2 സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ മെയിൻലി നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത് ആംഗിൾസ് വരയ്ക്കാനാണ്. 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. 45 ഡിഗ്രി സെറ്റ് സ്ക്വയറും 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറും. മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രി എല്ലാം നമുക്ക് ഈ ഒരു 2 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റ് സ്ക്വയറിൽ നമുക്ക് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത ആംഗിൾസ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ബൈ യൂസിങ് എ പ്രൊട്രാക്ടർ. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റ് സ്ക്വയർ കൊണ്ട് കിട്ടാത്ത ആംഗിൾസ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത്. മെയിൻലി 2 ടൈപ്പ് പ്രൊട്രാക്ടർ ആണുള്ളത്. ഒന്ന് സെമി സർക്കുലർ പ്രൊട്രാക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം 180 ഡിഗ്രിയുടെ ആണ്. പിന്നെ ഒന്ന് സർക്കുലർ പ്രൊട്രാക്ടർ, ദാറ്റ് ഇസ് 360 ഡിഗ്രി. 180 ഡിഗ്രിയിലും 360 ഡിഗ്രിയും. സർക്കുലർ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയിലായിരിക്കും. സെമി സർക്കുലർ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രിയിലും ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത്രയാണ് പ്രൊട്രാക്ടറിനെ പറ്റി പറയാനുള്ളത്. നൗ അടുത്തതാണ് മിനി ഡ്രാഫ്റ്റർ. മിനി ഡ്രാഫ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ മിനി ഡ്രാഫ്റ്റർ. ഈ മിനി ഡ്രാഫ്റ്ററിൽ നമ്മുടെ ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയില് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ മേലെ ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഇതിന്റെ ഒരു ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മിനി ഡ്രാഫ്റ്ററിന്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊട്രാക്ടർ ഉണ്ടാകും, മിനി ഡ്രാഫ്റ്ററിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രൊട്രാക്ടർ ഉണ്ടാകും, സ്കെയിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് നമുക്ക് ഇത് വെച്ച് വരയ്ക്കാം, വെർട്ടിക്കൽ ലൈൻസ് ഇത് വെച്ച് വരയ്ക്കാം. പിന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ആംഗിൾസും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റ് ഇൻസ്ട്രുമെന്റ്സ് തപ്പേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഡ്രോയിങ് കുറച്ചും കൂടെ സിമ്പിൾ ആണ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ അതാണ് മിനി ഡ്രാഫ്റ്റർ. നൗ എഞ്ചിനീയർ സ്കെയിൽ. നമ്മുടെ സ്കെയിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെവർ എവർ സേ ദാറ്റ് സ്കെയിൽ എന്തിനാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയരുത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്ട്രെയിറ്റ് എഡ്ജ്. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടല്ല ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. സ്കെയിലിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഒരു സ്കെയിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നത് നമ്മളൊരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ടു ടേക്ക് മെഷർമെന്റ്, അതുപോലെ തന്നെ ടു ട്രാൻസ്ഫർ മെഷർമെന്റ് ഫ്രം ഗ്രൗണ്ട് ടു പേപ്പർ. നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ എടുത്ത മെഷർമെന്റിനെ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് BIS റെക്കമെൻഡ് ചെയ്യുന്ന 8 സെറ്റ് ഓഫ് സ്കെയിൽ ഉണ്ട്. അതാണിത്: M1, M2, M3, M4, M5, M6, M7 and M8. നമ്മൾ സ്കെയിലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ തരുന്നത്. സ്കെയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഗ്രൗണ്ടിലുള്ള മെഷർമെൻറ്റ് പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുമാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. BIS റെക്കമെൻഡ് ചെയ്യുന്ന 8 സെറ്റ് ഓഫ് സ്കെയിൽ ഉണ്ട്, M1 to M8. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കണം. അതായത് M1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ M1 സ്കെയിൽ എന്ന് പറയുന്നത്. 2 ഭാഗത്തും മാർക്കിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു എഡ്ജിലുള്ള മാർക്കിങ്സ് 1:1 റേഷ്യോയിലാണ്, ഒരു എഡ്ജിലുള്ളത് 1:2 റേഷ്യോയിലാണ്. ആ സെറ്റ് ഓഫ് സ്കെയിലിനെയാണ് നമ്മൾ M1 എന്ന് പറയുന്നത്. സിമിലർലി M2 ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് 1:2.5ഉം അതുപോലെ വേറൊരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 1:5 സ്കെയിലുമാണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് സ്കെയിലിനെയാണ് നമ്മൾ M2 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അതുപോലെ M3 1:10ഉം 1:20, M4 എന്ന് പറയുന്നത് 1:50, 1:100, M5 എന്ന് പറയുന്നത് 1:200, 1:500, പിന്നെ M6 എന്ന് പറയുന്നത് 1:300, 1:600, M7 എന്ന് പറയുന്നത് 1:400, 1:800, ആൻഡ് M8 1:1000, 1:2000. ഇത് അറൗണ്ട് നമ്മൾ ഇതിൻ്റെ നേരെ ഇരട്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പം പഠിച്ചിരിക്കാൻ ഒരു സുഖത്തിന് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ആലോചിക്കാം. 1:1ഉം 1:2 ആണ്, 1:2.5ഉം 1:5 ഇതിൻ്റെ ഡബിളാണ് എല്ലാം വരുന്നത്. അതിലൊരു മാറ്റമുള്ളത് ഈ ഒരു 1:200ഉം 1:500ഉം മാത്രമേ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഡബിളാണ് വരുന്നത്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അതാണ് എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നത്. എഞ്ചിനീയർ സ്കെയിലിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പസ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം, കോമ്പസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പം മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് കോമ്പസ് ആണുള്ളത്. ലാർജ് ബോ കോമ്പസ് ആൻഡ് സ്മോൾ ബോ കോമ്പസ് ആണ് കേട്ടോ. അപ്പോൾ ലാർജ് ബോ കോമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് അപ് ടു 200, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റേഡിയസ് അപ് ടു 200 mm വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 200 mm ഗ്രേറ്റർ സർക്കിൾസ് വരയ്ക്കണം എന്നുണ്ടെങ്കിലോ നമ്മൾ അതിൻ്റെ കൂടെ ലാർജ് ബോ കോമ്പസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലെങ്തനിങ് ബാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ലെങ്തനിങ് ബാർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 200 mm കൂടുതലായിട്ടുള്ള സർക്കിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾസോ ഫോർ ഡ്രോയിങ് ലാർജ് സർക്കിൾസ് ഗ്രേറ്റർ ദാൻ 200 mm, 200 mm ഗ്രേറ്റർ സർക്കിൾസ് വരയ്ക്കുന്നതിന് നമ്മൾ പറയുന്നത് ബീം കോമ്പസ് അല്ലെങ്കിൽ ട്രമൽസ് എന്നാണ്. അപ്പോൾ PSCകളിൽ ചോദിക്കും ഈ ബീം കോമ്പസും ട്രമൽസും. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പസ്. കോമ്പസിന്റെ ഇതാണ് ലെങ്തനിങ് ബാർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ലെങ്തനിങ് ബാർ. ഇത് അറ്റാച്ചബിൾ ആണ്. നമ്മൾ ഈ ലെങ്തനിങ് ബാറിനെ നമുക്ക് ഇതുപോലെ വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 mm വലിയ സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നൗ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്മോൾ ബോ കോമ്പസ്. ഈ സ്മോൾ ബോ കോമ്പസിൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 25 mm സർക്കിൾസ് റേഡിയസിലുള്ള സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. അതായത് 2 നീഡിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. കണ്ടില്ലേ, ഈ ഒരു സംഭവം നമുക്ക് 2 നീഡിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. സോ ദാറ്റ് നമുക്ക് ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് വിത്ത് സെയിം റേഡിയസ്, ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് വിത്ത് സെയിം റേഡിയസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ ഈ ഒരു അറ്റാച്ചബിൾ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇതാണ് സ്മോൾ ബോ കോമ്പസ്. ഓക്കെ, അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് ഡിവൈഡർ. ഡിവൈഡേഴ്സ് നമ്മൾ സിമിലർ ടു കോമ്പസ് തന്നെയാണ്, പക്ഷെ നമ്മൾ അത് സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ലൈൻസിനെ ഈക്വൽ നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡ്രോയിങ് ടു അനദർ പാർട്ട്, നമ്മൾ ഒരു പാർട്ടിൽ നിന്ന് ഒരു ഡ്രോയിങ്ങിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെറ്റിംഗ് ഡയമെൻഷൻസ് ഫ്രം ദ സ്കെയിൽ ടു ദ ഡ്രോയിങ്സ്, സ്കെയിൽസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്
എന്ത് യൂസ് ചെയ്യുന്നത്? ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻലി രണ്ട് ടൈപ്പ് ഡിവൈഡേഴ്സ് ഉണ്ട്, ബോ ഡിവൈഡേഴ്സ് ആൻഡ് ലാർജ് ഡിവൈഡേഴ്സ്. ബോ ഡിവൈഡേഴ്സ് ഡയമെൻഷൻസ് അപ് ടു 25 mm. ഈ 25 mm എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡയമെൻഷൻസ് അപ് ടു 25 mm വരെ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോ ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ലാർജ് ഡിവൈഡർ ഗ്രേറ്റർ ദാൻ 25 mm. ഗ്രേറ്റർ ദാൻ 25 mm നമ്മൾ എന്ത് വെച്ച് മാർക്ക് ചെയ്യും? ലാർജ് ഡിവൈഡർ വെച്ചിട്ട് മാർക്ക് ചെയ്യും. Now, proportional dividers are used for reducing or enlarging drawing from an available drawing without converting its numerical values. അതായത് ഒരു ഡ്രോയിങ്ങിന് നമ്മൾ വലുതാക്കാനോ ചെറുതാക്കാനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൊപ്പോർഷണൽ ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രൊപ്പോർഷണൽ ഡിവൈഡേഴ്സ് നമ്മൾ ബോ ഡിവൈഡറും ലാർജ് ഡിവൈഡറും അല്ലാണ്ട് വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പ്രൊപ്പോർഷണൽ ഡിവൈഡർ. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് അല്ലെങ്കിൽ എൻലാർജിങ് ആൻഡ് ഡ്രോയിങ് ഫ്രം ആൻ അവൈലബിൾ ഡ്രോയിങ്. അതിന് ഒന്നുകിൽ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പ്രൊപ്പോർഷണൽ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിഗേഴ്സ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്മോൾ ബോ കോമ്പസ്, ലാർജ് ബോ കോമ്പസ്. ഈ സ്മോൾ ബോ കോമ്പസ് ഉണ്ട്, ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അതുപോലെ ലാർജ് ബോ കോമ്പസ് ആണിത്. ഇതാണ് പ്രൊപ്പോർഷണൽ ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇവിടുത്തെ ഈ ഒരു പോർഷന്റെ അതേ പ്രൊപ്പോർഷണലി അതിന്റെ വലിയ ഒരു എമൗണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നൗ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്രോയിങ് പെൻസിൽസ്. PSCകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡ്രോയിങ് പെൻസിൽസ്. പെൻസിൽസ് വിത്ത് ഡിഫറെൻറ്റ് ലീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഹാർഡ്നെസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമ്മൾ ഒരു പെൻസിലിൻ്റെ അതിനെ പറയൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഹാർഡ്നെസ്സിൻ്റെ പേരിലാണ് നമ്മൾ ഒരു ഡിസ്റ്റിങ്യൂഷ് ചെയ്യൽ അല്ലേ. അങ്ങനെ നമുക്ക് ടോട്ടൽ 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. അതിൽ ഗ്രേഡ് H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗ്രേഡ് B എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ് ആണ്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ പെൻസിലിൻ്റെ കേസിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ടോട്ടൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സും ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ്സിന്റെ പേരിലാണ് ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക B എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹാർഡ്നെസ് ഇൻക്രീസസ് ആസ് ദ വാല്യൂ ഓഫ് ദ ന്യൂമറൽ ബിഫോർ ദ ലെറ്റർ H ഇൻക്രീസസ്. ഇതിന് മേലുള്ള ഹാർഡ്നെസ് കൂടുന്തോറും നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞാണ് വരിക. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് 8B നമുക്ക് 7B വരെ നമ്മുടെ മാർക്കറ്റിൽ, അതായത് ഇവിടുന്ന് തൊട്ട് 9H തൊട്ട് 7B വരെയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രേഡ്സ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കളർ കുറവായിട്ടുള്ള പെൻസിൽ, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിലാണ് 9H എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള പെൻസിലാണ് 7B എന്ന് പറയുന്നത്. അതുപോലെ Fനെ നമ്മൾ ഫൈൻ, അതുപോലെ തന്നെ HB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്നെസ് ആൻഡ് സോഫ്റ്റ്നെസ് ഈക്വൽ ഇതിലുള്ളതാണ്. അപ്പോൾ അതാണ് HB പെൻസിൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രേഡ്സ് ഓഫ് പെൻസിൽ എന്ന് ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ, അതുപോലെ സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള പെൻസിലും, പിന്നെ അതിനിടയിൽ H-ഉം HB ആൻഡ് F അങ്ങനെ രണ്ട് ടൈപ്പ് പെൻസിലും അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഇത് രണ്ടും കുറച്ച് കളറുള്ള പെൻസിലുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. ഈ ഓരോ ടൈപ്പ് ഗ്രേഡ് ഓഫ് പെൻസിലും നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തൊന്ന് നോക്കാൻ പോകുന്നത്. HB പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെച്ചിങ്ങിനാണ്. നമ്മൾ സാധാരണ സ്കെച്ചിങ്ങിന് നമ്മൾ HB പെൻസിൽ യൂസ് ചെയ്യും. അതുപോലെ H പെൻസിൽ ഫോർ ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഫിനിഷിംഗ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, ആരോസ് എക്സെട്ര. അതായത് H പെൻസിലാണ് നമ്മൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിലുകളാണ് HB, H ആൻഡ് 2H. നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് പെൻസിലുകളാണ്. ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് HB, H, 2H പെൻസിലുകളാണ്. അതിൽ HB ആണ് സ്കെച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. H പെൻസിലാണ് നമ്മൾ ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഫിനിഷിങ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, ആരോസ് എക്സെട്ര. പിന്നെ 2H പെൻസിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻസ്, അതുപോലെ ഡയമെൻഷൻ ലൈൻസ്, സെൻട്രൽ ലൈൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്
2H പെൻസിലാണ്, അതായത് കുറച്ചും കൂടെ കളർ കുറവാണ് 2H പെൻസിൽ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് PSCന്ന് ചോദിക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് H പെൻസിലിന്റെ ആപ്ലിക്കേഷൻ, 2H പെൻസിലിന്റെ, HB പെൻസിലിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ ഒന്നോ രണ്ടോ ഒക്കെ, അതായത് കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡയമെൻഷൻസ് ലൈൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ക്വസ്റ്റ്യൻ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരിക്കലും എന്താ പറയുക കൺഫ്യൂഷൻ ആവരുത്. കാരണം 2H പെൻസിൽ കുറച്ചും കൂടെ കളർ കുറവാണ്. നമ്മുടെ H പെൻസിലിനെക്കാട്ടിലും HB പെൻസിലിനെക്കാട്ടിലും 2H പെൻസിൽ കുറച്ചും കൂടെ കളർ കുറവാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈനുകൾ, അധികം കളർ വേണ്ടാത്ത സ്ഥലങ്ങൾ, വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കളർ വേണം. അതുകൊണ്ട് H പെൻസിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ കളർ കുറച്ച് കുറവുള്ള സ്ഥലങ്ങളാണ് കൺസ്ട്രക്ഷൻ ലൈനുകൾ, ഡയമെൻഷൻ ലൈനുകളൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ 2H പെൻസിൽ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പെൻസിൽ ലെഡ്. പെൻസിലിന്റെ ലെഡിന്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിലിണ്ട്രിക്കൽ, സെക്കൻഡ് വൺ കോണിക്കൽ, തേർഡ് വൺ വെഡ്ജ് ഓർ ചിസൽ എഡ്ജ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ബിവൽ. ഇങ്ങനെ 4 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിലിണ്ട്രിക്കൽ നമ്മൾ സ്കെച്ചിങ് ആൻഡ് ഷെയ്ഡിങ്, ഈ ഒരു ആപ്ലിക്കേഷനും ചോദിക്കാറുണ്ട് കേട്ടോ PSCയിൽ. സ്കെച്ചിങ് ആൻഡ് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളത് യൂസ് ചെയ്യുക. കോണിക്കൽ ഷേപ്പിലുള്ളത് യൂസ് ചെയ്യുന്നത് ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ് ആണ്. അതുപോലെ വെഡ്ജ്, ചിസൽ എഡ്ജ്, നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെഡ്ജ് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ബിവൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അലോങ് വിത്ത് ദ കോമ്പസ്, കോമ്പസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബിവൽ ഷേപ്പിലുള്ളത്. അപ്പൊ അതിന്റെ ഫിഗേഴ്സ് ഒന്ന് കാണിച്ച്. യെസ്, ഇതാണ് കോണിക്കൽ. കണ്ടില്ലേ, കോൺ ഷേപ്പിലാണ് ഉണ്ടാവുക. അതുപോലെ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ. ഇതാണ് സിലിണ്ട്രിക്കൽ. അതുപോലെ ചിസൽ, നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ചിസൽ പോലെ. ആൻഡ് ബിവെൽഡ് ഇത്, ലെഫ്റ്റ് ബിവെൽഡും അതുപോലെ റൈറ്റ് ബിവെൽഡും, ആൻഡ് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് അപ്പം ടൈപ്സ് ഓഫ് പെൻസിൽ ലെഡ്. നൗ അടുത്തതാണ് ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾക്കറിയാം, കൂടുതൽ നമ്മൾ ഓഫീസ്, നമ്മുടെ ഡ്രോയിങ് പർപ്പസിന് വേണ്ടിയിട്ട് കോളേജുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? A2 സൈസ് ആണല്ലേ. അതുപോലെ നമ്മുടെ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് A4 സൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും സൈസിലുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ഡ്രോയിങ് ഷീറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് സൈസ്, BIS പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണിത്. അത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ട്രിംഡ് സൈസും മറ്റൊന്ന് അൺട്രിംഡ് സൈസും. ട്രിംഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ളതിന് ശേഷമുള്ള സൈസാണ്. ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്, അതായത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റുകളൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അരികുകളൊക്കെ എന്താ പറയുക ഫോൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ട്രിംഡും അൺട്രിംഡ് 2 സൈസിൽ ഡ്രോയിങ് ഷീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് A വെച്ചിട്ടാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം A0 സൈസിൻ്റെ ട്രിംഡ് സൈസിൻ്റെ ഡെസിഗ്നേഷൻ അല്ല, അതിൻ്റെ സൈസാണ് 841 × 1189 mm കേട്ടോ. 841 × 1189. അതുപോലെ അൺട്രിംഡ് സൈസിൻ്റെതാണ് 880 × 1230. നമ്മൾ ഈ ആദ്യത്തത് മാത്രം ഒന്ന് കാണാതെ പഠിക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ A0 ഷീറ്റ്, A1 ഷീറ്റ് എന്ന് പറയുന്നത് A0 ഷീറ്റിൻ്റെ നേർപകുതിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹാഫിംഗ് ആൻഡ് ഡബ്ലിംഗ്. അതായത് A0 ഷീറ്റിന്റെ നേരെ പകുതിയാണ് A1 ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ A1 ഷീറ്റിന്റെ നേർപകുതിയാണ് A2, A2ന്റെ നേർപകുതിയാണ് A3, A3ന്റെ നേർപകുതിയാണ് A4. ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ A0ന്റെ നേർപകുതിയാണ് A1 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പകുതിയാകും. നമ്മൾ ഈ ഒരു വലിയത് കാണാണ്ട് പഠിക്കാൻ ഈ ഒരു ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് 594 കിട്ടുന്നത്. 841 അതുപോലെ തന്നെ. ഇനി A2 എന്ന് പറയുന്നത് A1ന്റെ നേർപകുതിയാണ്. അപ്പൊ എന്താ പറയുക, 420 വരും ഡിവൈഡ് ബൈ 2, 594 അതുപോലെ. ആൻഡ് A3 എന്ന് പറയുന്നത് 594ന്റെ പകുതി, 420 അതുപോലെ. A4 എന്ന് പറയുന്നത് A3ന്റെ നേർപകുതിയാണ്. അപ്പം
420 പകുതി എന്ന് പറയുമ്പോൾ 210 ഇൻറ്റു 297. A5 എന്ന് പറയുന്നത് 297 പകുതി 148 ഇൻറ്റു 210 ഇങ്ങനെ വരും. അതുപോലെ അൺട്രിംഡ് സൈസും ഇതുപോലെ തന്നെ 880 ഇൻറ്റു 1230. ഫസ്റ്റത്തെ നമ്മൾ എന്തായാലും കാണാണ്ട് പഠിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് ഇതുപോലെ വെച്ച് ആലോചിച്ചാൽ മതി. 625 ഇൻറ്റു 880, 450 ഇൻറ്റു 625, 330 ഇൻറ്റു 450, 240 ഇൻറ്റു 330 ആൻഡ് 165 ഇൻറ്റു 240. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് PSCകളിൽ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹാഫിംഗ് ആൻഡ് ഡബ്ലിംഗ്. ഇത് ഞാൻ പറഞ്ഞു. ഇനി സൈസ് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ് ടു ബി യൂസ്ഡ് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട് ടു ബി ഡ്രോൺ ആൻഡ് ദ സ്കെയിൽ ടു ബി യൂസ്ഡ്. നമ്മൾ ഏത് സ്കെയിലാണ് വരയ്ക്കുന്നത്, അതായത് ഫുൾ സ്കെയിലാണോ അതോ വലിയ സ്കെയിലാണോ ചെറിയ സ്കെയിലാണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡ്രോയിങ് ഷീറ്റ് സെലക്ട് ചെയ്യേണ്ടത്. A2 size of drawing sheet is most convenient for drawing purposes in the classrooms. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് A2 ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുപോലെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഈസ് 1:√2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് 1:√2 ആണ്. Now, area of drawing sheet. A0 സൈസിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, കാരണം ബാക്കിയുള്ളതൊക്കെ അതിന്റെ ജസ്റ്റ് ഹാഫ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഹാഫ് വെച്ചിട്ട് ചെയ്താൽ മതി. A1 എന്ന് പറയുന്നത് 1ന്റെ ഹാഫ് 0.5 മീറ്റർ സ്ക്വയർ വരും. A2 എന്ന് പറയുന്നത് 0.5ന്റെ ഹാഫ് 0.25 മീറ്റർ സ്ക്വയർ. A3 എന്ന് പറയുന്നത് 0.25ന്റെ ഹാഫ് 0.125 മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പൊ അതാണ് ഏരിയ ഓഫ് ഡ്രോയിങ് ഷീറ്റും. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. Now, അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കേഴ്സ്. ഫ്രഞ്ച് കേഴ്സ് ഇത് ഈ ഫിഗറിൽ കാണുന്നത് ഇതാണ് ഫ്രഞ്ച് കേഴ്സ്. നമ്മൾ ഒരു കേർവ്ഡ് റൂളർ ആണ് ശരിക്കും ഈ ഫ്രഞ്ച് കേർവ് എന്ന് പറയുന്നത്. നമ്മൾ ഇറഗുലർ കേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് കേഴ്സ്. അത് ശരിക്കും അതൊരു കംപ്ലീറ്റ് ഒരു കറക്റ്റ് ഒരു സർക്കിളോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു സർക്കുലർ ആർക്കോ അല്ല. അത് അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റുകളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടില്ലേ, ഇതുപോലത്തെ ആർക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ആർക്കുകളൊക്കെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് വരയ്ക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചാൽ മതി. അതിനാണ് നമ്മൾ ഫ്രഞ്ച് കേഴ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ്സ് നമ്മൾ ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾസ്. അതായത് ഇതിനകത്ത് കണ്ടില്ലേ ചെറിയ ചെറിയ സർക്കിൾസ്, കുഞ്ഞു സർക്കിൾസ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കാൻ പോസിബിൾ ആയിട്ടുള്ളതല്ല. ഇത്രയും കുഞ്ഞു സർക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ കുഞ്ഞു കുഞ്ഞു റെക്ടാങ്കിൾസ്. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ കാര്യമായിട്ട് സിമ്പിൾസ് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ മെക്കാനിക്കൽ ഡ്രോയിങ്ങിലൊക്കെ കൂടുതലും സിമ്പിൾസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് നമ്മൾ ഷീറ്റിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കഴിയില്ല. നമുക്ക് ഇത്രയും ചെറിയ കുഞ്ഞു സർക്കിൾസും അതുപോലെ ചെറിയ ചെറിയ റെക്ടാങ്കിൾസ്, സ്ക്വയേഴ്സ് ഒന്നും നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക. അതാണ് നമ്മുടെ ടെംപ്ലേറ്റ്സിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്കിനി വേറൊരു പുതിയ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.